ഡെക്കാൻ പ്രവിശ്യയിൽ മുഗൾ സ്വാധീനത്തിലുണ്ടായിരുന്ന കോട്ടകൾ പിടിച്ചെടുത്തും ഗുജറാത്തിലെയും ഡെക്കാനിലെയും കച്ചവട കേന്ദ്രങ്ങൾ ആക്രമിച്ചും മറാഠ സാമ്രാജ്യം വികസിപ്പിക്കുകയായിരുന്നു ശിവജി മഹാരാജ് ചെയ്തിരുന്നത്. ഇതിൽ സൂറത്ത് പോലുള്ള കച്ചവട നഗരങ്ങളിൽ നിരന്തരം കനത്ത ഗറില്ല ആക്രമണങ്ങൾ നടത്തുക ശിവജിയുടെ പതിവായിരുന്നു. അവിടെ കൂടുതലും കച്ചവടം ചെയ്തിരുന്നത് ഹിന്ദുക്കളായ കച്ചവടക്കാരായിരുന്നു. അവരുടെ നിരന്തരമായ പരാതികൾക്കൊടുവിലാണ് ശിവജിയുടെ പരാജയത്തിലും കീഴടങ്ങളിലും കലാശിച്ച പുരന്ദർ യുദ്ധമുണ്ടാകുന്നത് എന്നോർക്കണം. അന്ന് ശിവജിക്കെതിരായി ഔറംഗസീബിൻ്റെ വിജയത്തിന് വേണ്ടി 400 ബ്രാഹ്മണ പുരോഹിതന്മാരുടെ ഹോമം നടന്നിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. മുസ്ലിമായൊരു ചക്രവർത്തിക്ക് വേണ്ടി ഒരു ഹിന്ദു രജ്പുത് സൈന്യത്തെ നയിക്കുന്നു. യുദ്ധം നടക്കുന്നതാവട്ടെ ഹിന്ദു സാമ്രാട്ട് എന്ന് പിൽക്കാലത്ത് വലതുപക്ഷ ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചു തുടങ്ങിയ ശിവജി മഹാരാജിനെതിരെ. അവിടെ ഹിന്ദു ഛത്രപതി തോൽക്കാൻ, മുസ്ലിം ബാദ്ഷാ വിജയിക്കാൻ 100 കണക്കിന് ബ്രാഹ്മണ പുരോഹിതർ ഹോമങ്ങളും സംഘടിപ്പിക്കുന്നു. ഈ ചരിത്ര സംഭവത്തെ മുൻനിർത്തി എളുപ്പം മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജാക്കന്മാർക്കിടയിൽ നടന്നുകൊണ്ടിരുന്നത് വെറും രാഷ്ട്രീയമായിരുന്നുവെന്ന്. ഇന്ന് വേറെ ചില രാഷ്ട്രീയക്കാർ പ്രചരിപ്പിക്കുന്നത് പോലെ മതപരമായിരുന്നില്ല ആ രാജാക്കന്മാരുടെ, ചക്രവർത്തിമാരുടെ യുദ്ധങ്ങൾക്കും പരാക്രമങ്ങൾക്കും പിന്നിലുള്ള ഘടകം. ഔറംഗസേബ് ആലംഗീർ എത്രമാത്രം ഹിന്ദു വിരുദ്ധനായ മുസ്ലിം ചക്രവർത്തിയാണോ അത്ര തന്നെ മുസ്ലിം വിരുദ്ധനായ ഹിന്ദു ചക്രവർത്തിയാണ് ശിവജി മഹാരാജ്. ഇതാണ് ഹിന്ദുത്വ ഹിസ്റ്റോറിയോഗ്രാഫിയുടെ അച്ചുകൂട്. ഇതിലിട്ട് വാർക്കുന്ന വ്യാജ വ്യവഹാരങ്ങളാണ് വാട്സപ്പ് യൂണിവേഴ്സിറ്റികളുടെ സിലബസ്.